من الشيطان الرجيم ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اتقوا الله عباد الله അള്ളാഹു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും അർഹിക്കുന്ന ഗൗരവത്തിൽ ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചു അവന്റെ വിധിവിലക്കൽക്കനുസരിച്ച് ജീവിതത്തിൽ ക്രമീകരിക്കുകയും ചെയ്യുന്ന വിശ്വാസികളിൽ അള്ളാഹുവിനെ അവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ ഏത് മേഖലകളിലും ഏറ്റവും കൃത്യവും മാനവികവുമായ സംസ്കാരം പഠിപ്പിച്ച മതമാണ് പരിശുദ്ധ ഇസ്ലാം. നമ്മുടെ വീട്ടിലേക്ക് ഒരു വ്യക്തി കടന്നു വന്നാൽ ആ വ്യക്തിയോട് എങ്ങനെ പെരുമാറണമെന്ന് കൃത്യമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരുമ്പോൾ ആ അതിഥിയെ എങ്ങനെ ഒരു വിശ്വാസി ആദരിക്കണമെന്ന് കൃത്യമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് ഈമാനിന്റെ ഒരു ഭാഗമായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി ഫൽയുക്രിം വൈഫഹു. ആരെങ്കിലും അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ, അഥവാ അവന് ഈമാൻ ഉണ്ടെങ്കിൽ അവന്റെ വീട്ടിൽ കടന്നു വരുന്ന വ്യക്തിയെ അവൻ ആദരിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി നുബുവത്ത് ലഭിക്കുന്നതിന് മുമ്പ് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്കൃഷ്ട ഗുണങ്ങളിൽപ്പെട്ട ഒരു കാര്യമായിരുന്നു വ്യക്തികളെ ആദരിക്കുക എന്നുള്ളത്, പ്രത്യേകിച്ച് അതിഥികളെ ബഹുമാനിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് ഹിറാ ഗുഹയിൽ ഭയചകിതനായി ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് ആ ഒരു ഭയചകിതമായ അവസ്ഥയിൽ ഖദീജ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കുന്നു. ഇന്നക ലതസിലു റഹീം, അങ്ങ് പേടിക്കണ്ട, ഭയപ്പെടേണ്ടതില്ല, താങ്കൾ കുടുംബബന്ധം ചേർക്കുന്നവനാണ്. വതസദ്ദഖുൽ ഹദീസ്, സത്യം മാത്രം പറയുന്നവനാണ്. വതഹ്മിലുൽ കല്ല, പ്രയാസപ്പെടുന്നവന്റെ പ്രയാസങ്ങൾ ഏറ്റെടുക്കുന്നവനാണ്. വതഖരിൽ വൈ, അതിഥിയെ ആദരിക്കുന്നവനാണ്, ബഹുമാനിക്കുന്നവനാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബി ആകുന്നതിന് മുമ്പ് തന്നെ പ്രവാചകന്റെ ആ ഉത്കൃഷ്ട ഗുണങ്ങൾ ഖദീജ റളിയല്ലാഹു അൻഹ ഓർമ്മപ്പെടുത്തി പ്രവാചകനെ റബ്ബ് കൈയൊഴിയുകയില്ല എന്ന് ആശ്വസിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ തന്റെ വീട്ടിൽ ഒരാൾ അതിഥിയായി എത്തിയാൽ അവനൊരു വിശ്വാസിയാണെങ്കിൽ ആ അതിഥിയെ അവൻ ആദരിക്കേണ്ടതുണ്ട്, ബഹുമാനിക്കേണ്ടതുണ്ട്. അങ്ങനെ ആദരിക്കുകയും ബഹുമാനിക്കുകയും തന്റെ കഴിവിന്റെ പരിധിയിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ആ അതിഥിക്ക് ആഹാരം കൊടുക്കുകയും ചെയ്യുക എന്നുള്ളത് അത് ഒരു വിശ്വാസിയുടെ ബാധ്യതയായിക്കൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ആ ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ കടന്നു വരികയാണ്. പരിശുദ്ധ ഖുർആൻ അതിനെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചു. ഇബ്രാഹിം നബിയുടെ അടുക്കലേക്ക് വന്ന ആദരണീയരായ അതിഥികളുടെ വർത്തമാനം താങ്കൾക്കറിയുമോ? ഇത് ദഖലു അലൈഹി ഫഖാലു സലാമൻ, ആ അതിഥികൾ കടന്നു വന്ന് ഇബ്രാഹിം നബിയോട് സലാം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം സലാം മടക്കി. ഖൗമുൻ മുൻകറുൻ, പരിചയമില്ലാത്ത ആളുകളാണല്ലോ. ഇബ്രാഹിം നബിക്ക് പരിചയമില്ലാത്ത, മുൻപ് കണ്ടു പരിചയമില്ലാത്ത ആ അതിഥികളാണ് തന്റെ വീട്ടിലേക്ക് കടന്നു വന്നത്. അവിടെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്ത ഒരു പ്രവർത്തനം പരിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. ഫറാഗ ഇലാ അഹ്ലിഹി, തന്റെ കുടുംബത്തിലേക്ക് വേഗം ഓടിച്ചെന്ന് അവർക്കുള്ള വിഭവം, മാംസം പൊരിച്ചു കൊണ്ടുവന്ന് അവരുടെ മുന്നിൽ അവർക്ക് ഭക്ഷണം ഒരുക്കുകയാണ് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. തന്റെ മുന്നിൽ വന്ന അതിഥികൾ മലക്കുകളാണെന്ന് അറിയാതെ, ആ അതിഥികൾ ആരാണെന്ന് അറിയുന്നതിന് മുമ്പ് അവർക്ക് ഭക്ഷണം കൊണ്ടുവരികയാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം. ഇന്ന് ചില ആളുകൾ പറയുന്നത് പോലെ മഹാരഥന്മാർ അവർ മറഞ്ഞ കാര്യങ്ങൾ അറിയും, അവർ സമൂഹത്തിൽ നടക്കുന്നതൊക്കെ കാണും എന്നൊക്കെ പറഞ്ഞ് അന്ധവിശ്വാസങ്ങൾ പ്രചരിപ്പിക്കുകയും ശിർക്കിലേക്ക് സമൂഹത്തെ നയിക്കുകയും ചെയ്യുന്ന ആളുകളുണ്ട്. ഇവിടെ മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് തന്റെ മുന്നിൽ കടന്നു വന്നത് മലക്കുകളാണെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് മനസ്സിലാകുന്നില്ല.
അവർക്കുള്ള ഭക്ഷണം ഒരുക്കി കൊടുത്ത് അവരുടെ കൈകൾ അതിലേക്ക് നീളാത്ത സമയത്ത് ഇബ്രാഹിം നബി അലൈഹി വസ്ലാമിന്റെ മനസ്സിൽ ഒരാശങ്ക കടന്നു വരുന്നത് പരിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വന്നത് ഇബ്രാഹിം നബിയുടെ ആ സ്വഭാവം, അത് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്, അത് ആരായാലും ശരി, തന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വന്നാൽ, തന്റെ അതിഥിയായി ഒരാൾ കടന്നു വന്നാൽ അവരെ ആദരിക്കുന്ന ഉത്കൃഷ്ടമായ പാഠമാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം, പരിശുദ്ധ റമദാനിൽ വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്ന് പല സാധുക്കളായ ആളുകളും കടന്നു വരാറുണ്ട്. അവർ അവരുടെ വിഭവ സമാഹരണത്തിന് അല്ലെങ്കിൽ എന്തെങ്കിലും സാമ്പത്തികം ഉദ്ദേശിച്ചുകൊണ്ടൊക്കെ പള്ളികളിലേക്ക് കടന്നു വരും. അവർ ആ മഗ്രിബ് നമസ്കരിച്ചു കഴിഞ്ഞ് പലപ്പോഴും അവർ പള്ളികളിൽ ഇങ്ങനെ ഇരിക്കുന്ന നമുക്ക് കാണാൻ സാധിക്കും. എല്ലാവരും ആ മഗ്രിബ് നമസ്കാരാനന്തരം തങ്ങളുടെ വീടുകളിലേക്ക് ഭക്ഷണം കഴിക്കാനായി പോകുമ്പോൾ ആ അതിഥികളായി കടന്നു വന്ന, അഥവാ ഒരു അന്യനാട്ടിൽ നിന്ന് പല സ്ഥലങ്ങളിൽ നിന്ന് കടന്നു വന്ന ആളുകൾ, അവർ ഒരാളും ക്ഷണിക്കപ്പെടാതെ പലപ്പോഴും പള്ളികളിൽ കഴിഞ്ഞുകൂടുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അത് ഇസ്ലാമിന്റെ സംസ്കാരമല്ല എന്നാണ്. ഒരാൾ അന്യനാട്ടിൽ നിന്ന് വന്നാൽ അവനൊരു മുസ്ലിം ആണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ വീട്ടിൽ അവന് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടെങ്കിൽ അവരെ ക്ഷണിക്കുകയും അവിടേക്ക് കൊണ്ടുപോവുകയും എന്താണോ കയ്യിലുള്ളത് അത് കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇസ്ലാമിന്റെ സംസ്കാരം. അല്ലാതെ സ്വന്തം കാര്യം മാത്രം നോക്കി പോവുക എന്നുള്ളതല്ല. അതുകൊണ്ട് തന്നെയാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ഒരു അതിഥി കടന്നു വരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിലേക്ക് അതിഥിയെ സ്വീകരിക്കാൻ തനിക്ക് സ്വന്തം കഴിയുമോ എന്നറിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം വീട്ടിലേക്ക് ഭാര്യമാരുടെ അടുത്തേക്ക് പ്രവാചകൻ ഒരാളെ പറഞ്ഞയക്കുന്നു, എന്തെങ്കിലും ഭക്ഷണം അവിടെ ഉണ്ടോ എന്നറിയാൻ. അപ്പോൾ ആദ്യത്തെ ഭാര്യയുടെ അടുക്കലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ അതിഥി വന്ന വിവരം, വല്ലതും കഴിക്കാൻ അല്ലെങ്കിൽ ആ അതിഥി ആദരിക്കാൻ വല്ലതും ഉണ്ടോ എന്നറിയാൻ വേണ്ടി അയച്ച ദൂതനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹധർമ്മിണികളിൽ ഒരാൾ പറയുന്നു, ഫഖാലത്ത് വല്ലദീ ബഅസക ബിൽ ഹഖ്, താങ്കൾ സത്യം കൊണ്ട് അയച്ച റബ്ബ് തന്നെയാണ് സത്യം. വഇൻദി ഇല്ലാ മാഉൻ, ഈ വീട്ടിൽ പച്ചവെള്ളമല്ലാതെ മറ്റൊന്നുമില്ല എന്ന മറുപടിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ലഭിക്കുന്നത്. വീണ്ടും അടുത്ത ഇണയുടെ അടുത്തേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദൂതനെ അയക്കുകയാണ്. ആ ഇണയുടെ മറുപടി ഒന്നാമത്തെ ഇണ എന്താണോ പറഞ്ഞത് അതേ മറുപടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത ഇണയും പറയുകയാണ്. അഥവാ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടിന്റെ അവസ്ഥ, അവിടെ പച്ചവെള്ളം മാത്രമേ കുടിക്കാനുണ്ടായിരുന്നുള്ളൂ. ഇതാണ് നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടെങ്കിൽ ആ രൂപത്തിൽ ദാരിദ്ര്യത്തിലൂടെ, പ്രയാസത്തിലൂടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നുപോയതെങ്കിൽ പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിക്കണം, നമ്മുടെയൊക്കെ ജീവിക്കുന്ന നമ്മുടെ ചുറ്റുപാടിന്റെ അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അവസ്ഥയാണ് നമ്മളിവിടെ ആലോചിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ ഇണയുടെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോഴും മാ ഇൻദി ഇല്ലാ മാ, ഇവിടെ വെള്ളമല്ലാതൊന്നുമില്ല എന്ന മറുപടി പറഞ്ഞ് പ്രവാചകന്റെ അടുക്കിലേക്ക് തിരിച്ചയക്കുന്ന ആ ഒരവസ്ഥയാണെങ്കിൽ, അഥവാ കേവലം കാരക്കയും പച്ചവെള്ളവും കുടിച്ച് മാസങ്ങളോളം ജീവിതം തള്ളി നീക്കുന്ന ഒരവസ്ഥയാണ് മഹാനായ അശറഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉള്ളതെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ എന്ത് സുഭിക്ഷത റബ്ബ് നമുക്ക് നൽകിയിട്ടുണ്ട് എന്ന് ഉറ്റാലോചിക്കാനും അതിന് നന്ദി കാണിക്കുന്ന ഒരു ജീവിതമാണോ എന്ന് ഉറ്റാലോചിക്കാനും നമ്മൾ ഈ സംഭവത്തെ വിധേയമാക്കേണ്ടതുണ്ട്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഈത്തപ്പഴങ്ങൾ അത് മാത്രമാണ് പലപ്പോഴും പ്രവാചകന്റെ പശിയടക്കാൻ, വിശപ്പടക്കാനുള്ളതെങ്കിൽ അത് കഴിക്കുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പ്രവാചകൻ ബിസ്മില്ല പറഞ്ഞിട്ടുണ്ട്. അത് കഴിച്ച് പച്ചവെള്ളം കുടിച്ച് പകുതി ഒട്ടിയ വയറുമായി, പാതി ഒട്ടിയ വയറുമായി, വിശപ്പണയാത്ത വയറുമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ അത്അമനി ഹാദാ വറസഖനീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ എന്ന അത് തന്ന റബ്ബിന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നന്ദി പറഞ്ഞിട്ടുണ്ട്. ആ പ്രവാചകൻ കിടന്നത് പരിപരുത്ത ഈത്തപ്പനയോലയിലാണെങ്കിൽ അതിന്റെ പാടുകൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പുറത്ത് എടുത്തറിയാൻ സാധിക്കത്തക്ക രൂപത്തിൽ സഹാബത്തിന് കാണാൻ സാധിച്ചുവെങ്കിൽ അതേ വിരിപ്പിലേക്ക്, പരിപരുത്ത വിരിപ്പിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ്, കിടക്കുന്നതിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റബ്ബിനെ ഓർത്തിട്ടുണ്ട്, ആ റബ്ബിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. ആ വിരിപ്പിൽ നിന്ന് ഉറക്കമെണീക്കുമ്പോൾ അൽഹംദുലില്ലാഹില്ലദീ എന്ന് പറഞ്ഞ് റബ്ബിനെ സ്തുതിച്ചുകൊണ്ടാണ് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കമെണീറ്റത്. അതേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഒട്ടകത്തിന്റെ അതല്ലെങ്കിൽ ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്യാൻ അവസരം ലഭിച്ചാൽ സുബ്ഹാനല്ലദീ സഖറ ലനാ എന്ന ആ വാഹനത്തെ കീർത്തിപ്പെടുത്തി തന്ന റബ്ബിന് ശുക്ർ ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത്. വിഭവസമൃദ്ധമായ ഭക്ഷണത്തളികയുടെ മുന്നിലിരിക്കുമ്പോൾ റബ്ബിനെ ഓർക്കാൻ
പോകാൻ, അത് നൽകിയ റബ്ബിന് നിഅമത്തിന് ശുക്ർ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ ആ ഒരു പ്രാർത്ഥന വാചകങ്ങൾ കടന്നു വരാറുണ്ടോ? വയറു നിറയെ കഴിച്ചു കഴിയുമ്പോൾ അൽഹംദുലില്ലാഹ് കടന്നു വരാറുണ്ടോ? നമ്മുടെ വില കൂടിയ വാഹനത്തിൽ കയറി അതിന് ചാവി കൊടുക്കുമ്പോൾ, കീ കൊടുക്കുമ്പോൾ ഈ ഒരു പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വരാറുണ്ടോ? പതുപതുക്കെ നമ്മുടെ മെത്തയിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് മുമ്പ് റബ്ബിനെ നമ്മൾ ഓർക്കാറുണ്ടോ? അതോ ആ റബ്ബിനെ സ്മരിച്ചുകൊണ്ടാണോ നമ്മുടെ ഉറക്കം എണീക്കുന്നത് എന്നുള്ളത് ഗൗരവമായി നമ്മൾ ആലോചിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കുടുംബവും പല ദിവസവും തള്ളി നീക്കിയത് പട്ടിണിയിലായിരുന്നെങ്കിൽ ഇന്ന് പലരും പരാതിയിലാണ്. ഇന്ന് വിചാരിച്ച ബ്രാൻഡ് കിട്ടിയില്ല എങ്കിൽ, ഒരു ദിവസം ഉദ്ദേശിച്ച സാധനം ഒന്ന് കൈകളിൽ കിട്ടിയില്ല എങ്കിൽ, ഒരൽപ്പം വൈകിയാൽ പലരുടെയും മുഖം വല്ലാത്തൊരു പാപത്തിലേക്ക് മാറുകയാണ്. പലരും കയർക്കുകയാണ്, പൊട്ടിത്തെറിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഇണകളാരും പ്രവാചകരെ ഇവിടെ പച്ചവെള്ളമാണല്ലോ, ഈത്തപ്പഴങ്ങൾ എത്ര ദിവസമായി നമ്മൾ കഴിക്കുന്നു, ഇതിനൊരു മാറ്റം വേണ്ടേ, ഇത് തന്നെയാണോ എന്ന് ചോദിച്ച് പ്രവാചകനോട് ഒരു സഹധർമ്മിണിയും കയർത്തിട്ടില്ല. ഒരു സഹധർമ്മിണിയും പ്രവാചകനോട് തട്ടിക്കയറിയിട്ടില്ല, പ്രവാചകനോട് പിണങ്ങിപ്പോയിട്ടില്ല. ഇവിടെയാണ് നമ്മുടെ ജീവിതം നമ്മൾ ആലോചിക്കേണ്ടത്. അതുകൊണ്ട് പലപ്പോഴും മുമ്പ് നല്ല സാമ്പത്തികമായ അവസ്ഥയിൽ ജീവിച്ചിരുന്ന പല സഹോദരങ്ങളും പക്ഷേ ഇപ്പോൾ കുറച്ച് ടൈറ്റാണ്, ഇപ്പോൾ കുറച്ച് പ്രയാസത്തിലാണ്. അതുകൊണ്ട് തന്നെ മുമ്പത്തെ അതേ അവസ്ഥയിൽ പോകാൻ കഴിയുന്നില്ല. പക്ഷേ പലർക്കും ജീവിതത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അതുകൊണ്ട് മുമ്പ് എങ്ങനെയായിരുന്നു സുഖസൗകര്യങ്ങൾ ഉണ്ടായിരുന്നത്, അതേ രൂപത്തിൽ കിട്ടണമെന്ന് ചിന്തിക്കുന്ന പല ആളുകളുമുണ്ട്. അവർക്കൊക്കെ പാഠമാണ് ഈ ചരിത്രം. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകന്റെ വീട്ടിൽ ഒന്നുമില്ല എന്നറിഞ്ഞപ്പോൾ സഹാബത്തിനോട് ചോദിക്കുന്നു, മൻ യുദീഖു ഹാദിഹിൽ ലൈല, ആരാണ് എന്റെ അടുക്കൽ കടന്നു വന്ന ഈ അതിഥിയെ ഈ രാത്രിയിൽ ആര് സ്വീകരിക്കും? ഇത് കേട്ട ഉടനെ ഒരു സഹാബി ചാടി എണീറ്റു. അൻസാരിയിൽപ്പെട്ട ഒരു സഹാബി, അനയാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ സ്വീകരിക്കാം, ഞാൻ കൊണ്ടുപോകാം, വീട്ടിൽ വല്ലതുമുണ്ടോ എന്ന് അദ്ദേഹം അന്വേഷിച്ചിട്ടില്ല, ആലോചിച്ചിട്ടില്ല. കാരണം പ്രവാചകൻ ഒരു നന്മയാണ് പറഞ്ഞത്, പ്രവാചകന്റെ അതിഥിയെ സ്വീകരിക്കുക എന്നുള്ള നന്മ. ആ നന്മ പറഞ്ഞപ്പോൾ ആ സഹാബി തന്റെ വീട്ടിൽ ഭക്ഷണമുണ്ടോ എന്ന് പോലും ആലോചിക്കാതെ എഴുന്നേറ്റ് നിന്ന് പറഞ്ഞു, അനയാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ പ്രവാചകരെ ഞാൻ കൊണ്ടുപോയിക്കോളാം, ഞാൻ സ്വീകരിച്ചോളാം റസൂലെ. വേറെയും കഴിവുള്ള ഒട്ടനവധി സഹാബികൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഖൈർ എന്നുള്ളത്, നന്മ എന്നുള്ളത് അത് മുന്നിട്ടിറങ്ങുന്നവർക്കാണ്. അല്ലാതെ എല്ലാവരും വരുമ്പോൾ കൂടത്തിൽ പോകുന്നവർക്കല്ല കൂടുതൽ ഖൈറുള്ളത്. മറിച്ച് നന്മ എന്നുള്ളത് ആദ്യം മുന്നിട്ടിറങ്ങുന്നവർക്കാണ് ഏറ്റവും അധികം ഖൈറുള്ളത്. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 70,000 ആളുകൾ അവർ ഹിസാബ് കൂടാതെ, വിചാരണ കൂടാതെ, അദാബ് കൂടാതെ, ശിക്ഷ കൂടാതെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും. ഇത് കേട്ട് സദസ്സിലുണ്ടായിരുന്ന ഉക്കാശ റളിയല്ലാഹു അൻഹു ചാടി എണീറ്റ് പറഞ്ഞു, പ്രവാചകരെ, അക്കൂട്ടത്തിൽ ഞാനും ഉൾപ്പെടാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു, അങ്ങ് ദുആ ചെയ്യണം, പ്രാർത്ഥിക്കണം റസൂലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉക്കാശ അൻത മിൻഹും, താങ്കളും അക്കൂട്ടത്തിൽപ്പെട്ടവരാണ്, താങ്കളും അക്കൂട്ടത്തിലുണ്ട് എന്ന് ഉക്കാശ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചപ്പോൾ മറ്റൊരു സഹാബി എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, റസൂലേ, എനിക്കും അതിൽ ഉൾപ്പെടണം, ഞാനും അക്കൂട്ടത്തിലുണ്ടാകാൻ അങ്ങ് പ്രാർത്ഥിക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതികരണം, സബഖക ഉക്കാശ അത് കൊണ്ടുപോയി, ഉക്കാശ മുൻകടന്നു. ഞാൻ സൂചിപ്പിച്ചത് നന്മകളിലേക്ക് ചാടി വീഴാൻ നമുക്ക് സാധിക്കണം. പലപ്പോഴും നന്മകൾ പറയുമ്പോൾ പലരും അമാന്തിക്കുകയാണ്. ഒരു ചെറിയ വിഹിതം കൊടുക്കാൻ പറഞ്ഞാൽ, ഒരു നന്മയിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു കാര്യത്തിലേക്ക് മുന്നിട്ടിറങ്ങാൻ പറഞ്ഞാൽ പലതവണ നിർബന്ധിക്കുമ്പോഴാണ് പല ആളുകളും കടന്നു വരിക. അത് ഖുർആനിന്റെ ഒരു ക്ലാസ് ആണെങ്കിലും, ഒരു സ്വതക്കയാണെങ്കിലും, ഏത് സൽപ്രവർത്തനങ്ങളാണെങ്കിലും പലവട്ടം നിർബന്ധിക്കുമ്പോൾ എന്നാലൊന്ന് പോയി കളയാം എന്നുള്ള നിലപാടല്ല ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. സഹാബത്ത് ചാടി വീഴുന്ന, ഞാനും റസൂലേ, എനിക്കതിൽ പെടണം, അതുകൊണ്ട് ഞാൻ തിന്നുന്ന ഈ കാരക്ക കടിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ അത് വലിച്ചെറിഞ്ഞ് യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങി ഷഹീദായ സ്വഹാബത്തിന്റെ ചരിത്രം നമ്മൾ വായിക്കുന്നത് അവിടെയാണ്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയുമായി ആ സഹാബി നേരെ വീട്ടിലേക്ക് പോയിട്ട് തന്റെ ഇണയോട് പറയുകയാണ്, അക്രിമി വൈഫ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന്റെ അതിഥി കൊണ്ട് ആദരിക്കണം. സലഫുകൾ, മുൻഗാമികൾ അവർ രണ്ട് സമയത്ത് ഒരുങ്ങുമായിരുന്നുവെന്നാണ്. ഏതൊക്കെ 2 രംഗം? ഒന്ന് ജുമഅയ്ക്ക് വരുമ്പോൾ അവർ ഒരുങ്ങും, നല്ല പോലെ ജുമഅയ്ക്ക് തയ്യാറെടുത്ത് ഒരുങ്ങി വരും. രണ്ടാമത് മുൻഗാമികൾ, സലഫുകൾ ഒരുങ്ങുന്നത് തന്റെ വീട്ടിൽ ഒരു അതിഥി വരുമ്പോഴാണ്. ആ അതിഥിയെ സ്വീകരിക്കാൻ ഏറ്റവും നല്ല പോലെ അവർ ഒരുങ്ങുമായിരുന്നു എന്നാണ്. അവിടെ ആ ഭാര്യയുടെ ഒരു മറുപടി,
തന്റെ വീട്ടിലേക്ക് ഒരു അതിഥിയെ തന്റെ അനുവാദമില്ലാതെ ഒന്ന് വിളിച്ചറിയിക്കാതെ തന്റെ ഇണയെടുത്തേക്ക് തന്റെ കുടുംബത്തിലേക്ക് ഒരു അതിഥിയുമായി കടന്നു വരുമ്പോൾ ആ ഇണയുടെ മറുപടി നമ്മുടെ മക്കൾക്ക് കൊടുക്കാനുള്ള ഭക്ഷണമല്ലാതെ ഒന്നും ഇവിടെയില്ല. ആ സഹോദരി, ആ അൻസാരിയുടെ ആ ഇണ, ആ സഹധർമ്മിണി ആ സഹാബിയോട് കയർത്തിട്ടില്ല. ആരോട് ചോദിച്ചിട്ടാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ വല്ലതുമുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിച്ചോ? ചോദിച്ചില്ല. അവിടെ ആ സഹോദരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയുടെ പ്രിയപ്പെട്ട സഹധർമ്മിണി പറയുന്ന മറുപടി, വിനയപൂർവ്വം പറയുന്ന മറുപടി, ഇവിടെ മക്കൾക്കുള്ള ഭക്ഷണമേ ഉള്ളൂ, കുട്ടികളെ ഉറക്കണം, ഉള്ളത് എടുത്തുകൊണ്ട് വെക്കണം, നിങ്ങൾ കഴിക്കാനിരിക്കുന്ന സമയത്ത് വിളക്കണയ്ക്കണം. ആ സഹാബി തന്റെ ഭാര്യയോട് പറയുന്ന വാചകം ചരിത്രത്തിൽ കാണാം. അങ്ങനെ ഒരു കാലിയായ പ്ലേറ്റ് തന്റെ മുന്നിൽ വെച്ച് അവിടെ വർത്തമാനങ്ങൾ പറഞ്ഞ്, സന്തോഷ വർത്തമാനങ്ങൾ പറഞ്ഞ് അവിടെ വിളക്കണച്ച് ആ സഹാബി കാലിയായ പാത്രത്തിൽ കൈയിട്ട് ഭക്ഷണം കഴിക്കുന്ന പോലെ കൂടെ ഇരുന്ന് സന്തോഷത്തോടു കൂടി ആ മക്കൾക്കുള്ള ഭക്ഷണം മക്കളെ പട്ടിണി കിടത്തി ഉറക്കി. ആ സഹാബി തന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയെ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി വീട്ടിലെ പ്രയാസങ്ങളോ പരിവട്ടങ്ങളോ ഒന്നും അറിയിക്കാതെ ആ അതിഥി ഭക്ഷണം കഴിച്ച് അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് സന്തോഷത്തോടു കൂടി. ഇതാരും അറിഞ്ഞിട്ടില്ല. അവർക്ക് രണ്ടുപേർക്കും മാത്രമാണ് ഈ സംഭവം അറിയാവുന്നത്. പിറ്റേന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു. പ്രവാചകന്റെ മുഖം സന്തോഷം കൊണ്ട് പ്രശോഭിതമായ അവസ്ഥയിൽ ആ സഹാബി ആ കാഴ്ച കാണുകയാണ്. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുന്നു. പ്രവാചകന്റെ മുഖത്ത് വല്ലാത്ത സന്തോഷം. ആ സഹാബിയെ കണ്ടപ്പോൾ പ്രവാചകൻ ഓടിച്ചെന്നിട്ട് വിളിച്ചു പറഞ്ഞൊരു വാചകം, അല്ലാഹു ഇതാ ഇന്നലെ രാത്രി താങ്കളുടെ പ്രവർത്തനം കണ്ട് ചിരിച്ചിരിക്കുന്നു. താങ്കളുടെ പ്രവർത്തനം കണ്ട് നിങ്ങൾ ഇരുവരുടെയും ഭാര്യയുടെയും ഭർത്താവിന്റെയും പ്രവർത്തനം കണ്ട് റബ്ബ് അത്ഭുതപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സന്തോഷ വാർത്ത അറിയിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ രണ്ടുപേരുടെയും പ്രവർത്തനം കണ്ട് റബ്ബ് അത്ഭുതപ്പെട്ടു. അവിടെ പരിശുദ്ധ ഖുർആൻ ആയത്തിറങ്ങുന്നുണ്ട് സൂറത്തുൽ ഹശ്റിൽ, വയുസ്റൂന അലാ അൻഫുസിഹിം വലൗ കാന ബിഹിം ഖസാസ. മനുഷ്യരിൽ ചില ആളുകളുണ്ട്, അവർ സാർത്ഥരല്ല. അവരുടെ പ്രത്യേകത സ്വന്തത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്. ആ സ്വന്തത്തിന്റെ പ്രശ്നങ്ങളെക്കാളും പ്രയാസങ്ങളെക്കാളും മറ്റുള്ളവർക്ക് പരിഗണന കൊടുക്കുന്ന ചില ആളുകളുണ്ട്. അവിടെയാണ് നമ്മൾ ആലോചിക്കുന്നത്, നമ്മൾ അങ്ങനെയാണോ? നമ്മുടെ എല്ലാം കഴിഞ്ഞാലാണ് നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുക. ഏറ്റവും മോശപ്പെട്ടതാണ്, നമുക്ക് വേണ്ടാത്തതാണ് പലപ്പോഴും ഇതെങ്ങനെ കൊടുത്തൊഴിവാക്കാമെന്ന് നമ്മൾ ആലോചിക്കുന്നത്. അവിടെയാണ് ഖുർആൻ പറയുന്നത്, മനസ്സിന്റെ പിശുക്കിൽ നിന്ന് ആരാണോ രക്ഷപ്പെടുന്നത് അവനാണ് വിജയിച്ചവൻ. അതുകൊണ്ട് ആ ഒരു പിശുക്കിൽ നിന്ന് രക്ഷപ്പെട്ടവർക്ക് ഈ ഒരു സാർത്ഥതയില്ലാത്ത ഏറ്റവും നല്ല ഈ ഒരു തലത്തിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് അതിഥിയോടുള്ള ആതിഥ്യ മര്യാദ അത് മനോഹരമാകണം, മാന്യമായി പെരുമാറണം, അതിഥിയെ പരിഗണിക്കണം. നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിഥിയെ പരിഗണിക്കേണ്ടത്. അതുകൊണ്ട് ഇത് നമുക്ക് പലപ്പോഴും കാണാൻ സാധിക്കും. നമ്മുടെയൊക്കെ വീടുകളിൽ ചില അതിഥികൾ കടന്നു വന്നാൽ പലപ്പോഴും ഒക്കെ കടന്നു വരുന്ന ആളായിരിക്കും, അതല്ല സ്ഥിരം വരുന്ന ആളായിരിക്കും, ആരാകട്ടെ. നമ്മുടെ മക്കളൊക്കെ പലപ്പോഴും അവരുടെ ബെഡ്റൂമുകളിൽ നിന്ന് ഇറങ്ങി വരാറ് പോലുമില്ല. അവർ ഫോണും നോക്കി അവരുടേതായ ലോകത്ത് കഴിഞ്ഞുകൂടുന്ന ഒരവസ്ഥയാണ്. അവരോടൊന്ന് മിണ്ടാൻ, അവരോടൊന്ന് സംസാരിക്കാൻ, അവരൊന്ന് ഇറങ്ങിപ്പോയാൽ പോലും ആരാണ് ഇവിടെ വന്നതെന്ന് ചോദിക്കുക പോലും ചെയ്യാത്തൊരവസ്ഥയിലേക്ക് ആധുനിക സംസ്കാരം എത്തിപ്പെട്ടിരിക്കുകയാണ്. അവിടെയാണ് പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾക്ക് ഈമാൻ ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈമാനുള്ള മനുഷ്യൻ അവന്റെ അതിഥിയെ ആദരിക്കുക തന്നെ വേണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ മുസ്ലിം എന്നോ അമുസ്ലിം എന്നോ ഒരു വേർതിരിവ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചിട്ടില്ല. ഒരിക്കലും സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ ഒരു അതിഥി കടന്നു വരികയാണ്. അദ്ദേഹം മുസ്ലിം അല്ലാത്ത ഒരു വ്യക്തി കടന്നു വന്നു. പ്രവാചകൻ ഒരു ആടിനെ കൊണ്ടുവരാൻ പറഞ്ഞു. ആ ആടിനെ അറുത്ത് ആടിനെ കൊണ്ടുവന്ന സമയത്ത് ആടിനെ കറന്ന് ആടിന്റെ മുഴുവൻ പാലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിക്ക് കൊടുത്തു. ഫശരിബ, അദ്ദേഹം അത് മുഴുവൻ ആർത്തിയോടുകൂടി കുടിച്ചു. അദ്ദേഹത്തിന് അത് മതിയായില്ല എന്ന് മനസ്സിലായപ്പോൾ രണ്ടാമതൊരു ആടിനെ കൂടി കൊണ്ടുവരാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആ രണ്ടാമത്തെ ആടിനെ കൊണ്ടുവന്ന് അതിന്റെ പാലും അദ്ദേഹത്തിന് കൊടുത്തു. അദ്ദേഹത്തിന് മതിയാകുന്നില്ല. അങ്ങനെ 3, 4, 5 സുമ്മ ഉഖറ അങ്ങനെ 6 ആടിന് വരെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പന പ്രകാരം കൊണ്ടുവന്നു.
6 ആടിന്റെ പാല് കുടിച്ചിട്ടും അദ്ദേഹത്തിന് ഒന്നുകൂടി കിട്ടിയാൽ കൊള്ളാം എന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം നോക്കിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മനസ്സിലായി. 7ാമത്തെ ആടിനെ കൊണ്ടുവന്നു. അതിന്റെ പാല് കറന്നെടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിഥിയെ, ആ മുസ്ലിം അല്ലാത്ത ആ വ്യക്തിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹത്താ ശരിബ സബ്അ ശിയാഇൻ 7 ആടിന്റെ പാല് കുടിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് മതിയായി എന്ന് പറഞ്ഞു. എന്നിട്ട് ആ രാത്രിയിൽ ആ അതിഥി പ്രവാചകന്റെ വീട്ടിൽ തങ്ങുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്തായ പെരുമാറ്റം കണ്ട്, പ്രവാചകന്റെ ആതിഥേയത്വം അനുഭവിച്ച്, പ്രവാചകന്റെ ഉത്കൃഷ്ട സ്വഭാവം അത്ഭുതത്തോടു കൂടി നോക്കി ആ മുസ്ലിം അല്ലാത്ത വ്യക്തി അന്ന് രാത്രി പ്രവാചകന്റെ അതിഥിയായി അവിടെ താമസിച്ചു. അദ്ദേഹം ഉറങ്ങിയെണീറ്റപ്പോൾ അതിഥി ഒരു പുതിയ തീരുമാനമെടുത്തു. ഞാൻ ഈ ഒരു മഹത്തായ വെളിച്ചത്തിലേക്ക് കടന്നു വരാൻ അദ്ദേഹം തീരുമാനിക്കുകയും അദ്ദേഹം അങ്ങനെ ഇസ്ലാം സ്വീകരിച്ചു. ഒരു സംസാരത്തിന്റെ ആവശ്യം വന്നില്ല. പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും അദ്ദേഹത്തോട് പറയേണ്ട ഒരു ആവശ്യം വന്നില്ല. കാരണം പ്രവാചകന്റെ സ്വഭാവം കണ്ട്, ആതിഥ്യം കണ്ട് ആ വ്യക്തി മുസ്ലിമായി ഇസ്ലാം സ്വീകരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ രാവിലെ ആടിനെ കറന്നു. കാരണം രാവിലത്തെ ഭക്ഷണം കൊടുക്കണം. അദ്ദേഹത്തിന് കൊടുത്തു. 2ാമത് കൊണ്ടുവന്നു. ആ 1ാമത്തെ പ്രാവശ്യം ആടിനെ കറന്നതിന്റെ പാല് കൊടുത്തപ്പോൾ തന്നെ ആ വ്യക്തി പറഞ്ഞു, നബിയെ എനിക്ക് മതി, എനിക്ക് വയറ് നിറഞ്ഞു. സഹാബത്ത് അത്ഭുതത്തോടു കൂടി നോക്കി. ഇന്നലെ വന്ന വ്യക്തിയാണോ ഇത് എന്ന് അത്ഭുതത്തോടു കൂടി നോക്കുകയാണ്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അൽ കാഫിറു യഅകുലു ഫീ സബ്അതി അംആ. ഒരാൾ അയാൾക്ക് വിശ്വാസത്തിന്റെ മാധുര്യം നുകരാൻ സാധിച്ചില്ല എങ്കിൽ, അഥവാ അവിശ്വാസിയാണെങ്കിൽ അയാൾ 7 വയർ നിറയ്ക്കുന്നു. വൽ മുഅ്മിനു യഅകുലു ഫീ മഅീൻ വാഹിദ്. എന്നാൽ വിശ്വാസിയാണെങ്കിൽ അവന് ഒരു കുടൽ മതി, ഒരു വയറിനുള്ളത് മതി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ സഹാബത്തിനെ ഓർമ്മപ്പെടുത്തുന്ന, അഥവാ വിശ്വാസിയാണെങ്കിൽ അവൻ റബ്ബിനെ ഓർത്തുകൊണ്ടാണെങ്കിൽ ആ വിശ്വാസത്തിന്റെ മാധുര്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിന്റെ അതോടുകൂടിയാണ് ഒരു വിശ്വാസി അവൻ ആഹാരത്തെ സമീപിക്കുന്നതെങ്കിൽ അതിൽ ബറക്കത്തിറങ്ങുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഒരു മുഅ്മിന്റെ പ്രത്യേകതയാണ്. അതുകൊണ്ട് ഒരതിഥിയും നമ്മുടെ വീടുകളിൽ വരാനില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ, അഥവാ അതിഥി സൽക്കാരം നടത്താത്തവന് ഖൈറില്ല എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ ഒരു വീട്ടിൽ ഒരു യാചകൻ പോലും കടന്നു വരാനില്ല. അവൻ ആ യാചകൻ അറിയാം, മുമ്പ് പ്രാവശ്യം പോയ അനുഭവമുണ്ട്. ആ വീട്ടിൽ പോയാൽ ഒരു ചില്ലിക്കാശ് പോലും തനിക്ക് കിട്ടുകയില്ല എന്നറിയാവുന്ന ഒരു മനുഷ്യനാണെങ്കിൽ പിന്നെ ഒരു യാചകൻ പോലും ആ വീട്ടിലേക്ക് 2ാമത് പോവുകയില്ല. അങ്ങനെ ആരും കടന്നു വരാനില്ലാത്ത ഒരു കുടുംബക്കാരോ ബന്ധുക്കാരോ അതല്ലെങ്കിൽ ആദർശ സുഹൃത്തുക്കളോ ആരും കടന്നു വരാത്തൊരു വീട്, അങ്ങനെയുള്ള ചില വീടുകൾ ഉണ്ടാകും. അതിന് പണ്ഡിതന്മാർ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരതിഥിയും കടന്നു വരാത്തൊരു വീടാകാൻ കാരണം, ഒന്ന്, അവന് ബന്ധങ്ങൾ ചേർക്കുന്നത് ഇഷ്ടമില്ല. അവൻ ആരോടും മിണ്ടാനോ സംസാരിക്കാനോ ഒന്നും അവന് താല്പര്യമില്ല. അങ്ങനെയുള്ള ആളുകളോട് സ്വാഭാവികമായി ഇങ്ങോട്ട് ആളുകൾ ബന്ധങ്ങൾ ചേർക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയില്ല. 2ാമത്, അവൻ പിശുക്കനായിരിക്കും. അതേപോലെ ബന്ധങ്ങൾ മുറിക്കുന്നവനായിരിക്കും. എല്ലാവരോടും തട്ടിക്കേറുന്ന അവന്റെ സ്വഭാവം. അതേപോലെ ആരോടും ബന്ധം ചേർക്കാത്ത സ്വഭാവം. ഇങ്ങോട്ട് ബന്ധം ചേർത്താലും അങ്ങോട്ട് തിരിച്ച് ബന്ധം ചേർക്കാൻ താല്പര്യം കാണിക്കാത്ത, ജനങ്ങളോട് ഇടപഴകാത്ത, അത് ജനങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കേണ്ടി വരുമല്ലോ, ആരെങ്കിലും ആയി ബന്ധങ്ങൾ ചേർത്താൽ പരിചയമുണ്ടായാൽ പിന്നെ അവനെ ഒന്ന് സഹായിക്കേണ്ടി വരുമോ എന്നൊക്കെ ചിന്തിച്ച് പല താല്പര്യപ്രകാരം ആ രൂപത്തിൽ ഒരു അതിഥി പോലും വീട്ടിൽ കടന്നു വരാത്ത സ്വഭാവത്തിന്റെ ഉടമയാണെങ്കിൽ അവനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ ഖൈറ ഫീ മൻ ലാ യളീഖ്. ഒരു അതിഥി കടന്നു വരാത്തവന്റെ വീട്ടിൽ, അങ്ങനെയുള്ള വീട്ടിൽ ഒരു നന്മയുമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത് അവന്റെ സ്വഭാവത്തിന്റെ ഒരു പ്രതിഫലനമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ മറ്റുള്ള ആളുകൾ വരണം, ബന്ധങ്ങൾ പുതുക്കണം, ആദർശ ബന്ധുക്കൾ വരണം, ഇല്ലെങ്കിൽ നമ്മൾ വിളിക്കണം. അങ്ങനെ ബന്ധങ്ങൾ പുതുക്കുന്ന ഒരവസ്ഥയും ഈ രൂപത്തിൽ അതിഥികളായി അല്ലെങ്കിൽ ആതിഥേയത്വത്തിന് നമ്മൾ സാക്ഷികളാകുന്ന ഒരവസ്ഥ ഉണ്ടാകണം. അല്ലാത്ത പക്ഷം ലാ ഖൈറ ഫീഹി, അവന് നന്മയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഇനി നമ്മുടെ വീട്ടിൽ ഒരാൾ കടന്നു വന്നാൽ, ഒരു അതിഥി കടന്നു വന്നാൽ അതേ ദിവസം നമുക്ക് സുന്നത്ത് നോമ്പാണെങ്കിൽ ആ നോമ്പ് വരെ ഒഴിവാക്കാമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിക്കുന്നത്. അങ്ങനെ ജീവിതത്തിന്റെ ഏത് രംഗത്തും കൃത്യമായ മര്യാദകൾ പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധ ഇസ്ലാം. ആ മര്യാദകളെ ജീവിതത്തിൽ നമ്മൾ സന്നിവേശിപ്പിക്കുകയും അതനുസരിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുക. അല്ലാഹുമ്മേ അത്തരക്കാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.
അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹീമ വഅലാ ആലി ഇബ്രാഹീം ഇന്നക ഹമീദും മജീദ്. അല്ലാഹു ഇബാദല്ലാഹ്, അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു വിശ്വാസിയുടെ വീട്ടിൽ വരുന്ന ഒരു അതിഥിയോട് ഒരു വിശ്വാസിയുടെ പെരുമാറ്റം എങ്ങനെയാവണം എന്നതിനെ കുറിച്ചാണ് നമ്മൾ സൂചിപ്പിച്ചത്. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച, ഇസ്ലാം പഠിപ്പിച്ച ചില മര്യാദകളുണ്ട്. ഒരു അതിഥി നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകൾ. ചില ആളുകൾ ചോദിക്കും, ഭക്ഷണം എടുക്കട്ടെ, അതല്ലെങ്കിൽ വേണോ? ആ ഒരു ശൈലി വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്നാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം മലക്കുകൾ കടന്നു വന്നു, മലക്കുകളാണെന്ന് അറിഞ്ഞില്ല. കുടുംബത്തിലേക്ക് ഓടിച്ചെന്ന് ഒരു മൂരിക്കുട്ടിയെ, കാളക്കുട്ടിയെ പൊരിച്ച് അവർക്ക് കൊണ്ടുവന്ന് വെക്കുകയാണ്. അവർ കഴിക്കുകയോ ഇല്ലയോ എന്ന് പോലും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അത് അന്വേഷിക്കുന്നതിന് മുമ്പ് വേണോ എന്ന് ചോദിക്കാതെ, അതാണ് ഒരു വിശ്വാസിയുടെ മാതൃക. അതുകൊണ്ട് എടുക്കട്ടെ എന്ന് ചോദിച്ചാൽ ഒരുവിധം മാന്യതയുള്ളവർ പറയും എനിക്ക് വേണ്ട എന്ന് പറയും. അതുകൊണ്ട് അതല്ല ഒരു വിശ്വാസിയുടെ ശൈലി. സുഫിയാൻ സൗരി റഹ്മത്തുള്ളാഹി പറയാണ്, എടുക്കട്ടെ എന്ന് നിങ്ങൾ ചോദിക്കരുത്. നിങ്ങളുടെ വീട്ടിൽ അതിഥി വന്നാലും ഭക്ഷണം എടുത്തു വെക്കണം. ഇനി അവർ കഴിച്ചില്ല എങ്കിൽ നിങ്ങൾ തിരിച്ചെടുക്കണം, അല്ലാതെ വേണോ എന്നോ എടുക്കട്ടെ എന്നോ നിങ്ങൾ ചോദിക്കരുത് എന്ന് അദ്ദേഹം പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ചില ആളുകൾ പറയും, ഭക്ഷണമൊക്കെ എടുത്തു വെച്ച് പറയും വേണ്ടത് എടുത്ത് കഴിച്ചോണം. ആരും ഇവിടെ ഒന്നും പറയില്ല, നിർബന്ധിക്കില്ല. ആ ശൈലിയും ഇസ്ലാമികമല്ല. മറിച്ച് അവൻ ആ അതിഥിക്ക് വിളമ്പിക്കൊടുക്കണം, ആ വിളമ്പിക്കൊടുക്കണം. അതേപോലെ കുറച്ചുകൂടി ഇടട്ടെ, അതിഥിക്ക് മനസ്സ് നിറയുന്ന, അവന് കഴിക്കാൻ തോന്നുന്ന ഒരു ആതിഥേയത്വമായിരിക്കണം, പെരുമാറ്റമായിരിക്കണം വീട്ടുകാരെടുക്കേണ്ടത്. അതാണ് ദീൻ, അതാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മറ്റൊന്ന് അതിഥി. രണ്ടാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, അതിഥി വീട്ടിൽ താമസിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അതിഥി എപ്പോഴാണ് വന്ന് തിരിച്ചു പോകുന്നത്, ആ തിരിച്ചു പോകുന്ന സമയത്ത് അതിഥിയെ കൂടെ അനുഗമിക്കുക. റോഡ് വരെ, അദ്ദേഹത്തിന്റെ വാഹനം വരെ അവരെ കൂടെ നടന്ന് വർത്തമാനങ്ങൾ പറഞ്ഞ് സന്തോഷത്തോടു കൂടി യാത്ര ചെയ്യിക്കുക. ഇന്നമിന സുന്നതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൽപ്പെട്ടതാണ് വീടിന്റെ ഗേറ്റ് വരെ അതിഥി അനുഗമിക്കുക എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. അല്ലാതെ അവർ പോകുമ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലാകുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എത്ര ദൂരം അവരോടൊപ്പം അനുഗമിക്കാൻ സാധിക്കുമോ അനുഗമിച്ച് അവർക്ക് വീണ്ടും വരാൻ തോന്നുന്ന ഒരു പെരുമാറ്റമായിരിക്കണം. മൂന്നാമത് ഇസ്ലാം പറയുന്നു, ഭക്ഷണം വിളമ്പുമ്പോൾ വലതു ഭാഗത്തെ ഗുന്തിക്കണം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യകളിൽ നമുക്ക് കാണാൻ സാധിക്കും. നാലാമതായി, അതിഥി വരുമ്പോൾ പല സ്ഥലത്തും ദൂർത്തും അതിരുവിടുന്ന ഒരു സ്വഭാവവും കാണാൻ പാടില്ല. അനസ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നു, കുന്ന ഇൻദ ഉമർ, ഞങ്ങൾ ഉമർ റളിയല്ലാഹുവിന്റെ അടുക്കലായിരുന്നു. അപ്പോൾ ഉമർ റളിയല്ലാഹു പറയാണ്, ഫഖാല നുഹീന, ഞങ്ങളോട് വിരോധിക്കപ്പെട്ടിട്ടുണ്ട്, അനിത്തക്കല്ലുഫ്, അതിരുവിട്ട് ചെലവഴിക്കുന്ന, അതിരുവിട്ട് കഴിവിനപ്പുറം ചെലവഴിക്കൽ ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഒരു അതിഥി വന്നാൽ നമ്മുടെ സ്റ്റാറ്റസ് കാണിക്കാൻ, നമ്മുടെ പൊങ്ങച്ചം കാണിക്കാൻ ഉള്ളൊരു ഏർപ്പാടാക്കി അതിനെ മാറ്റരുത്. അത് അതിഥി വീട്ടിൽ വരുമ്പോൾ മാത്രമല്ല, കല്യാണമാവട്ടെ, നോമ്പുതുറയാവട്ടെ, പുതിയൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോഴാവട്ടെ. അതുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ കൊടുക്കുന്ന ഒരു ഭക്ഷണമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ എങ്കിൽ അതിൽ മതി. അതല്ലാതെ അയൽവാസി അങ്ങനെയാണല്ലോ നടത്തിയത്, അതല്ലെങ്കിൽ എൻ്റെ ജ്യേഷ്ഠന്റെ മകളുടെ വിവാഹം ഇങ്ങനെയാണല്ലോ, അതുകൊണ്ട് അതിന് 6 വിഭവങ്ങൾ ഉണ്ടായിരുന്നു, 7 വിഭവങ്ങൾ ഉണ്ടായിരുന്നു, എനിക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലെങ്കിലും, എൻ്റെ ശേഷി അനുവദിക്കുന്നില്ലെങ്കിലും ഞാനും അതേപോലെ എങ്ങനെയെങ്കിലും ഒക്കെ നടത്തണമെന്ന ആ രൂപത്തിലുള്ള ചിന്ത അത് ഒരു മുസ്ലിമിന്റെ ചിന്തയല്ല. അതുകൊണ്ട് ആ രൂപത്തിൽ തന്നെ കെങ്കേമമായി ആർഭാടപൂർവ്വം എങ്ങനെ നടത്താം, അതിനെ ലോൺ എടുക്കണം, അതല്ലെങ്കിൽ വലിയൊരു കടം വരുത്തണം എന്നൊക്കെ ചിന്തിച്ച് ആ രൂപത്തിൽ ഇസ്ലാം നിഷിദ്ധമാക്കിയ മാർഗങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളുണ്ട്. ചില ആളുകൾ കണക്കാക്കുന്നത് എൻ്റെ ജോലിയുടെ ഒരു അവസ്ഥ വെച്ച് 2 കൊല്ലം കൊണ്ട് അങ്ങനെ കടം വാങ്ങിയാൽ എനിക്ക് വീട്ടാം എന്നൊക്കെ ചിന്തിച്ച് വലിയ തുക അവൻ ഒരു സാമ്പത്തിക ഭാരം കടക്കാനായി മാറുന്ന അവസ്ഥ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കും. പുതിയ വീട്ടിലേക്ക് കയറുമ്പോഴും അതേപോലെ തന്നെ കല്യാണത്തിനും ഒക്കെ ഈ ഒരു ആർഭാടം നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ പലപ്പോഴും അവൻ ഉദ്ദേശിച്ച രൂപത്തിൽ അവനത് വീട്ടാൻ കഴിഞ്ഞു എന്ന് വരണമെന്നില്ല. ചിലപ്പോൾ അവൻ രോഗിയാകാം, അവന് ജോലി നഷ്ടപ്പെടാം. അങ്ങനെ വിദേശത്തുള്ള ആളുകളുടെയൊക്കെ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ട എത്രയോ സംഭവങ്ങൾ, വലിയ സാമ്പത്തിക ഭാരത്തിന്റെ കടക്കാരനായി മാറിയ എത്രയോ അനുഭവങ്ങളുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ളവർ, നമ്മൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങൾ നമ്മുടെ കയ്യിലല്ല. നമുക്ക് പുതിയ ചെലവുകൾ ഉണ്ടാകാം, അതേ രൂപത്തിൽ പല പ്രയാസങ്ങളൊക്കെ കടന്നു വരാം.
അതുകൊണ്ട് നമ്മുടെ കഴിവിൽ നിന്നുകൊണ്ടാണ് നമ്മൾ അതിഥിയാണെങ്കിലും കല്യാണമാണെങ്കിലും അതേപോലെ വീട് കയറലാണെങ്കിലും ഏതാണെങ്കിലും ഒരിക്കലും തക്കല്ലുഫ് പരിധി വിട്ടുള്ള ഒരു ചെലവഴിക്കൽ ഒരു വിശ്വാസിന്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് നാട്ടുകാരെ ഞെട്ടിക്കാനും സ്റ്റാറ്റസ് ഇടാനും പൊങ്ങച്ചം കാണിക്കാനും ഒക്കെയുള്ള ഏർപ്പാടായി ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ, അത് നോമ്പ് തറയാണെങ്കിലും വിവാഹമാണെങ്കിലും അതിസൽക്കാരമാണെങ്കിലും ഒന്നും നമ്മൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി റബ്ബിന്റെ കോപം വരുത്തുന്ന ഇന്നൽ മുബദ്ദിരീന കാനൂ മിൻ ഇഖ്വാനി ശയാത്തീൻ, പിശാചിന്റെ സഹോദരങ്ങൾ എന്ന് പരിശുദ്ധ ഖുർആൻ വിളിച്ച ആ ഒരു അവസ്ഥയിലേക്ക് ഒരു വിശ്വാസി ഒരിക്കലും മാറാൻ പാടില്ല എന്നത് കൂടി സൂചിപ്പിക്കുകയാണ്. ഇനി വീട്ടിലേക്ക് ഒരാൾ അതിഥിയായി കടന്നു വന്നാൽ ആ അതിഥി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഒന്ന്, ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. അത് വിവാഹത്തിനാണെങ്കിലും ഏത് കാര്യത്തിലാണെങ്കിലും നമ്മൾ ഒരാൾ ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക. അത് മുസ്ലിമിന്റെ ബാധ്യത, ഹക്കുൽ മുസ്ലിമിൽ പെട്ടതായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. അങ്ങനെ വിളിച്ചാൽ ആ ഡേറ്റ് നമ്മൾ ഓർത്ത് വെക്കണം. ചിലപ്പോൾ ഒരു മാസം മുമ്പൊക്കെ വിളിക്കുന്ന ആളുകളുണ്ടാകും. ഒരു കലണ്ടറിലോ എവിടെയെങ്കിലും നോട്ട് ചെയ്ത് വെച്ച് അതേ ആ വിളിക്ക് ഉത്തരം നൽകാൻ, ക്ഷണം സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാകണം. നോമ്പുകാരായിട്ട് പോലും സഹാബികൾ ക്ഷണം സ്വീകരിച്ച് പോയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ക്ഷണം സ്വീകരിച്ചിട്ട് പോകാത്തവൻ പ്രവാചകനെ ധിക്കരിച്ചു എന്നാണ് സഹാബികൾ അവരെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് പോകൽ നിർബന്ധമാണ്. ഒരാൾ ക്ഷണിച്ചാൽ പോകൽ നിർബന്ധമാണ്. നമുക്ക് ഒഴിവാക്കാനാവാത്ത കാരണങ്ങളുണ്ടെങ്കിൽ അദ്ദേഹത്തെ അറിയിക്കാം. അല്ലാതെ അകാരണമായി പോകാതിരിക്കാൻ പാടില്ല എന്ന് പ്രവാചകന്റെ ഒട്ടനവധി ഹദീസുകൾ ആ വിഷയത്തിൽ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമത്, നമ്മൾ ക്ഷണിക്കുമ്പോൾ, അതിഥികളെ ക്ഷണിക്കുമ്പോൾ അത് സമ്പന്നരെ മാത്രം, സമൂഹത്തിൽ അറിയപ്പെടുന്നവരെ മാത്രം വിളിക്കുക എന്നുള്ളത് പ്രവാചകൻ കർശനമായി വിരോധിച്ച കാര്യമാണ്. ഏറ്റവും മോശപ്പെട്ട ഭക്ഷണമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരക്കാരെ കുറിച്ച് പഠിപ്പിച്ചത്. മൂന്നാമതായി, നമ്മളൊരു വീട്ടിലേക്ക് അതിഥിയായി പോകുമ്പോൾ ഇസ്ലാമികമായ മര്യാദകൾ സലാം പറഞ്ഞ് അവരുടെ ഒരു സ്വകാര്യത ലംഘിക്കാത്ത, അവർക്ക് പ്രയാസമുണ്ടാകാത്ത ഇസ്ലാമിന്റെ അദബുകൾ പാലിച്ചുകൊണ്ടാണ് നമ്മൾ ആ വീട്ടിൽ തങ്ങുകയാണെങ്കിലും താമസിക്കുകയാണെങ്കിലും അതിഥിയായിട്ട് പോവുകയാണെങ്കിലും ഒക്കെ ഇസ്ലാമികമായ ആ ഒരു സംസ്കാരം നമ്മൾ കാത്തു സൂക്ഷിക്കണം. നാലാമതായി പ്രവാചകൻ പറഞ്ഞു, സമ്മാനങ്ങൾ കൈമാറണം. ഒരു വീട്ടിൽ പോകുമ്പോൾ സമ്മാനങ്ങൾ കൈമാറുക. തഹാബു തഹാദു തഹാബു, അത് നിങ്ങൾക്കിടയിൽ സ്നേഹബന്ധം വർദ്ധിപ്പിക്കുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതുകൊണ്ട് ഗിഫ്റ്റ് കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. നിങ്ങളുടെ ഹൃദയത്തിലെ പക അത് ഊരിയെടുക്കാൻ ഇത്തരം സമ്മാനങ്ങൾക്ക് കഴിയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അഞ്ചാമത്തെ മര്യാദ, പരമാവധി ഒരു വീട്ടിലൊക്കെ പോയാൽ തങ്ങാൻ അനുവദിച്ചൊരു കാലഘട്ടം 3 ദിവസമാണ്. ആ ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവുക എന്നുള്ളതാണ് ഇസ്ലാമിക മര്യാദ. അല്ലാതെ അത് കൂടുതൽ തങ്ങുക എന്നുള്ളത് അനിവാര്യമാണെങ്കിൽ ആവാമെങ്കിലും ഒരു വിശ്വാസി ആ 3 ദിവസം തങ്ങാൻ അതിലധികമാകാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുന്നതാണ് നല്ലത്. അതേപോലെ തന്നെ ആറാമത്തൊരു മര്യാദ, ഒരു ഇത്തരത്തിൽ നമ്മളൊരു ക്ഷണം സ്വീകരിച്ചത് വിവാഹത്തിനാണെങ്കിലും എവിടെയാണെങ്കിലും നമ്മളെ ക്ഷണിച്ച ആളോട് പറയാതെ അവിടെ നിന്ന് കടന്നു പോവുക എന്നുള്ളത് അത് ഒരു ശരിയായ സംസ്കാരമല്ല. അങ്ങനെ അനുവാദം ചോദിക്കാതെ അവിടെ നിന്ന് എഴുന്നേൽക്കരുത് എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. അവസാനമായി, നമ്മൾ എവിടെയെങ്കിലും അതിഥികളായി പോയാൽ നമ്മൾ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ച് വെറുതെ അങ്ങനെ ഇറങ്ങിപ്പോവുകയല്ല. അവിടെ വിശ്വാസി എന്ന നിലയ്ക്ക് നമുക്കൊരു ബാധ്യതയുണ്ട്. നമുക്ക് ഭക്ഷണം നൽകിയ, നമുക്ക് വിരുന്നൊരുക്കിയ, നമ്മൾ വളരെ സന്തോഷപൂർവ്വം സ്വീകരിച്ച വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഒരു വിശ്വാസം അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. 1-2 പ്രാർത്ഥനകൾ ഹദീസിൽ കാണാം. അല്ലാഹുമ്മ അല്ലാഹുവേ, എന്നെ ഭക്ഷിപ്പിച്ചവനെ നീയും ഭക്ഷിപ്പിക്കണമേ, എന്നെ കുടിപ്പിച്ചവനെ നീയും കുടിപ്പിക്കണമേ എന്ന പ്രാർത്ഥന. അല്ലാഹുമ്മ ബാരിക് ലഹും ഫീമാ റസഖ്തഹും വഗ്ഫിർ ലഹും വർഹംഹും. അല്ലാഹുവേ, അദ്ദേഹത്തിന്റെ ഭക്ഷണത്തിൽ നീ ബറക്കത്ത് ചെയ്യണമേ, അദ്ദേഹത്തിന് പുറത്തു കൊടുക്കണമേ, കരുണ ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ഒരു വിശ്വാസി അവിടെ നിന്ന് ഇറങ്ങേണ്ടത്. അതുകൊണ്ട് ഉന്നതമായ ഈ മൂല്യങ്ങൾ ജീവിതത്തിൽ പകർത്തി ഇസ്ലാമിന്റെ അധ്യാപനങ്ങൾ ഏത് രംഗത്ത് മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക, പണിയെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരെ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ